നിന്റെ വിശുദ്ധമായ രക്തത്താൽ അങ്ങയുടെ മക്കളെ ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ, ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ. കർത്താവിന്റെ രക്തം, കർത്താവിന്റെ രക്തം എല്ലാ മക്കളിലേക്കും വീശട്ടെ. മാരക രോഗങ്ങള്, തീരാവേദികള്, ജീവ ദുരിതങ്ങള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. പരമദിവ്യകാരുണ്യത്തിന് ആരാധന. ഒരുമിച്ച് പാടാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധന. കഴുത്ത് മുതൽ നെഞ്ചു മുതൽ മേലോട്ട് കഴുത്തിലേക്ക് തൈറോയ്ഡുകൾ, ശ്വാസച്ചുരുക്കങ്ങൾ, ശ്വാസകോശ ചുരുക്കങ്ങൾ, ക്യാൻസർ രോഗം പോലെയുള്ള ഗുരുതരമായ രോഗങ്ങൾ അവിടെ കൈവച്ചുകൊണ്ട് ആ രോഗങ്ങളുള്ളവരെ നിങ്ങൾക്കില്ലെങ്കിൽ ഉള്ളവർക്ക് വേണ്ടി ആ കൈകൾ വെച്ചുകൊണ്ട് സ്തുതിക്കാൻ പറയുന്നു. സ്തുതികട ഹല്ലേലൂയ. ഞങ്ങളുടെ വിഷമങ്ങൾ നോക്കി കാണുന്നതിന് നന്ദി പറയുന്നു. ഞങ്ങളെ സ്പർശിക്കുന്നതിന് പറയുന്നു. കൈകള്, രണ്ട് കൈകളും സ്വന്തം ശിരസിൽ വെക്കുക. പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി മൗനമായിട്ട് പ്രാർത്ഥിക്കുക. പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കുക. വീണുപോയ കാലങ്ങളെ ഓർത്ത് വെണ്ണീരോടെ കരയുക. മനസ്സിലോർത്തുകൊണ്ട്, എൻ്റെ ദൈവമേ, നിൻ്റെ നിത്യസ്നേഹത്തിനെതിരെ നിന്നെ അറിയാത്ത കാലങ്ങളിൽ വന്നുപോയ അബദ്ധങ്ങളെ ഓർത്തുകൂടി അടിയൻ വിഷമിക്കുന്നു.
നീ അറിയാൻ താമസിച്ചതിനെ ഓർത്തുകൊണ്ട് സങ്കടപ്പെടുന്നു. അപ്പാ, സ്വർഗീയപ്പ, അങ്ങേ പുത്രൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അടയാളം കാണിക്കണമേ അപ്പാ. കണ്ണീരോടെ വരുന്ന മക്കളുടെ മേലെ ആശ്വാസത്തിൻ്റെ വലതുകരം നീട്ടണമേ അപ്പാ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമീൻ. സ്തുതികടേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Touch the fire finger. Pour out His Spirit. Touch the fire finger. Soft Lord, increase His Spirit. Lord, increase His Spirit of power and grace. കർത്താവേ, മാരക രോഗികളെ സ്പർശിക്കണമേ. ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരെ സ്പർശിക്കണമേ. തീർത്ഥാടനത്തിൽ പ്രാർത്ഥിക്കുന്നവരെ സ്പർശിക്കണമേ. കർത്താവേ, സമാധാനമില്ലാത്തവരെ, ഭവനരഹിതരെ, വീടില്ലാത്തവരെ, സ്ഥലമില്ലാത്തവരെ, കുഞ്ഞുങ്ങളില്ലാത്തവരെ, കുടുംബം വെക്കാത്തവരെ, അകന്ന് താമസിക്കുന്ന ദമ്പതികളെ, ജോലിയില്ലാത്തവരെ, സാമ്പത്തിക ബാധ്യതകളുള്ളവരെ, കടങ്ങൾ കയറി മുടിഞ്ഞുകൊണ്ടിരിക്കുന്നവരെ, ജീവിക്കാൻ മാർഗമില്ലാത്തവരെ, ജീവിച്ചു മടുത്തവരെ, സങ്കടം കൊണ്ട് പൊറുത്തുമുട്ടിയവരെ, വേദന കൊണ്ട് ചൂടുമുട്ടിയവരെ, സഹായിക്കാൻ ആരുമില്ലാത്തവരെ, കുഞ്ഞുങ്ങളുടെ പഠിപ്പ് മുടങ്ങിയവരെ, ഒരു വിദ്യാഭ്യാസം അസാധ്യമായവരെ, പഠനങ്ങൾ പറഞ്ഞപ്പെട്ടവരെ, ഡിപ്രഷനുള്ള മക്കളെ, ജീവിതത്തിൻ്റെ കോമ്പറ്റീഷനിൽ ഡിപ്രഷനുള്ള മക്കളെ, മാനസിക അസ്വസ്ഥമുള്ള മക്കളെ, പ്രഷർ രോഗികള്, ഷുഗർ രോഗികള്, കിഡ്നി രോഗികള്, കരൾ രോഗികള്, ഉദര രോഗികള്, യേശുവിന്റെ നാമത്തിൽ ശക്തി ഒഴുകട്ടെ. യേശുവിന്റെ നാമത്തിൽ ശക്തി ഒഴുകട്ടെ. യേശുവിന്റെ നാമത്തിൽ ശക്തി ഒഴുകട്ടെ. ശ്രുതികട്ടെ, ശ്രുതികട്ടെ, ശ്രുതികട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെയുള്ള ഉടായ്പകളൊക്കെ പറഞ്ഞ് ദൈവത്തിന് പണി കൊടുക്കരുത്. അതാണ് ഉടമ്പടി ഉഴപ്പണേൻ്റെ കാര്യം. ഒന്നാമത്തെ വിവരമില്ലായ്മയാണ് ഇതിനൊക്കെ വരുന്നത്. ബുദ്ധിബോധം ഇല്ലല്ല. അപ്പം അങ്ങനെ ബുദ്ധിബോധം ഇതിനൊരു പ്രത്യേക ബുദ്ധി വേണം. മനുഷ്യന്മാരുടെയൊക്കെ ഉള്ള ബുദ്ധി പോരാ. സത്യസന്ധതയാണ് ഇതിൻ്റെ ബുദ്ധി എന്ന് പറയണത്. ആത്മാർത്ഥയും സത്യസന്ധതയുമാണ് ഇതിൻ്റെ ബുദ്ധി എന്ന് പറയണത്. അപ്പം അത് സത്യസന്ധമാണെന്നുണ്ടെങ്കിൽ കണ്ടതൊക്കെ ഇവനൊക്കെ അവൻ ഒരു ആഴ്ച കൊണ്ട് ലൈഫ് ചേഞ്ച് ചെയ്യാനുണ്ടല്ല. 50 ലക്ഷം രൂപ അവന് അനുഭവിച്ച് ഇപ്പം അവൻ വിസ പ്രോസസ്സിലാണ്. അപ്പം എന്താ വിഷയം എന്ന് പറയണത്, ഓരോ ഈ ആകാശമാണെങ്കിൽ തന്നെയും ഓരോരുത്തരും പോയി അവൻ്റെ അനുഭവങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടാണ് പത്രം കൊടുക്കുന്നത്. അവർ കേൾക്കുമ്പോൾ തന്നെ അവർക്ക് ഫീലിംഗ് ആവും ശരിക്കും. എന്താ കാര്യം, ഇവന് അനുഭവത്തിൽ നിന്നല്ലേ അത് പറയണത്. കൂട്ടുകാർക്കെല്ലാം അവൻ്റെ കൂട്ടുകാർക്കെല്ലാം അവൻ കാശുരും കൊടുത്തിട്ടുണ്ട്, പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പകുതിയോളം പേര് അവന് ഓൾറെഡി ഉടമ്പടി എടുപ്പിച്ച് കഴിഞ്ഞു. അപ്പോൾ ദൈവത്തിന് അറിയാം. ഇപ്പം നീ ഉടമ്പടി എടുത്തത് വീട്ടുകാരെ പോലും അറിഞ്ഞിട്ടില്ല. ഫ്രോഡുകൾ വന്ന് ഉടമ്പടി എടുക്കുമ്പോഴുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വീട്ടുകാരെ പോലും അറിയത്തില്ല അവർ ഉടമ്പടി എടുത്തിട്ടുണ്ടെന്ന്. അപ്പം തന്നെ ഓർക്കുക, നീ പക്കാ ഫ്രോഡാണ്. ജീവിതകാലം മുഴുവൻ നീ ഫ്രോഡായിരുന്നു. ദൈവത്തിൻ്റെ പറ്റിക്കലായിട്ട് നടക്കുന്നതാണ്. അതുകൊണ്ടാണ് നീ ഉടമ്പടി എടുത്തിട്ട് വീട്ടുകാർ പോലും അറിയാത്തത്. എന്താണ്, വീട്ടുകാരറിഞ്ഞാൽ നീ കിടന്ന് നിൻ്റെ കസരത്ത് നടക്കത്തില്ല. അപ്പോൾ നീ ചാടുമ്പോൾ എല്ലാ ആവശ്യമില്ലാത്ത കാലത്തൊക്കെ നീ ചാടത്തില്ലേ. പുഡിന് വേണ്ടി ഇഡ്ഡലിയാണ് കൊണ്ടുവന്ന് വെച്ചേക്കണമെങ്കിൽ അമ്മ ഇവിടെ പുട്ട ഉള്ള എപ്പോഴും എന്ന് ചോദിച്ചുകൊണ്ട് കിടച്ചാടത്. അപ്പം അമ്മ പറയും നീ ഉടമ്പടി എടുത്താണ് കേട്ടതെന്ന് പറയും. അത് അമ്മയെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഉടമ്പടി എടുത്തതായിട്ട് അറിയിക്കത്തില്ല. എന്നിട്ട് രഹസ്യമായി സ്വന്തം മുറി കൊണ്ട് വെച്ച് പച്ചത്തിരി നിറത്തിരി കത്തിച്ചുകൊണ്ട് ആ ജന്മം പാഴാക്കും. അങ്ങനെ ഒന്നും ചെയ്യരുത്. ഇതെല്ലാം പച്ച വെളിച്ചത്തിലായി സംഭവം നടക്കണം മുഴുവനും. അതുകൊണ്ട് നീ എപ്പോഴും നീ ഉടമ്പടി എടുത്തത് 10 മനുഷ്യരെ അറിയിക്കുകയും ചെയ്യണം. അപ്പോഴെന്ത് ദൈവത്തെ മനസ്സിലാവും, നീ ഒരു വാല്യുബിൾ പേഴ്സണാണ്, നിന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ലെന്ന്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദൈവം അങ്ങനെ ആരെയും അവോയ്ഡ് ചെയ്യത്തില്ല. പക്ഷേ നമ്മൾ ദൈവത്തെ അവോയ്ഡ് ചെയ്യും. അങ്ങനെയാണ് ദൈവം നമ്മൾ അവോയ്ഡ് ചെയ്ത പോലെ നമുക്ക് തോന്നുന്നത്. യു ഗോട്ട് ദ പോയിന്റ്. ദൈവത്തിൻ്റെ നയപരിപാടികളിൽ ദൈവം ആരെയും അവോയ്ഡ് ചെയ്യത്തില്ല. ഐ വിൽ നോട്ട് ഡിസോൺ യു അറ്റ് എനി കോസ്റ്റ്. അതല്ലേ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
എബ്രായർ 13:5. ഞാൻ നിന്നെ ഒരു വിധത്തിലും ഒരു കാരണവശാലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതാണ് ദൈവത്തിന്റെ പോളിസി, നയപരിപാടി. ഇതാണ് ഞാൻ നിന്നെ ഒരു കാരണവശാലും, നീ 2 കെട്ടിയതാണെന്നാ നിന്റെ ഭർത്താവ് ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്, നീക്കൊന്നും ദൈവം നിൻ്റെ ഒരു സങ്കടത്തിന് സമയത്ത് ഇത് കണക്കിലെടുക്കത്തില്ല. ആത്മീയ പ്രശ്നം വരുമ്പോൾ നിത്യതയെ വിഷയം ബാധിക്കുമ്പോഴാണ് നിനക്കിതൊക്കെ കടമായി മാറേണ്ടത്. ഇപ്പോൾ ചില ആൾക്കാരില്ലേ, ഇപ്പോൾ ക്രിസ്ത്യൻസ് അല്ലാത്ത ചില ആൾക്കാർ, ഒരു ഭർത്താവ് അവർ ജീവിച്ചിരിപ്പുണ്ട്, ഒരു കാര്യമില്ല, നേരത്തെ ലൈനടിച്ച പാർട്ടിയുമായിട്ട് ചിലപ്പോൾ ഒളിച്ചോടിപ്പോയായിരിക്കും. പക്ഷേ ഒരു കണ്ണുനീര് നിനക്ക് വന്നാൽ നിന്നെ തൽക്കാലത്തേക്ക് ദൈവം സെറ്റ് ചെയ്യും. പക്ഷേ സുവിശേഷവിധമായിട്ട് നിനക്ക് ജീവിക്കാൻ പറ്റത്തില്ല. സുവിശേഷവിധമായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ അതെല്ലാം റെക്ടിഫൈ ചെയ്യണം, ജീവിക്കാൻ പറ്റത്തില്ല. പക്ഷേ ആ ഒരു കാരണവും പറഞ്ഞ് നിന്നെ ഈ രോഗം കർത്താവ് സുഖപ്പെടുത്താതിരിക്കത്തില്ല. ഈ അടുത്ത പോയിന്റ്, നീ രോഗം സുഖപ്പെട്ടെന്നും പറഞ്ഞ് നിൻ്റെ പാപത്തിൻ്റെ ലൈസൻസും അല്ലത്. ഇപ്പം ചെറിയ പറഞ്ഞില്ലേ, ഞാൻ പ്രാർത്ഥിച്ച് കർത്താവ് എന്നെ സുഖപ്പെടുത്തി, അപ്പം ഞാൻ കുറേ പാപമൊക്കെ ചെയ്ത് അത് കർത്താവ് കണ്ടില്ലെന്ന് വെക്കുക. ഇല്ലല്ല, അതെല്ലാം അവസാനം വരുമ്പോൾ എല്ലാം അവസാനത്തെ കണക്കായില്ലല്ല. ഇപ്പം ഈ ഭൗതിക ആനുകൂല്യങ്ങളൊക്കെ നേടിയെടുക്കണതിനെ കർത്താവ് അതാണ് ഞാൻ നിന്നെ ഒരു കാരണവശാലും അവഗണിക്കത്തില്ലെന്ന് പറഞ്ഞാൽ അവഗണിക്കത്തില്ല ഒരു കാരണവശാലും. അപ്പോൾ ഇപ്പോഴേ ഈ ഭൗതിക കാര്യങ്ങൾക്ക് ജോലി കിട്ടുന്നതിനൊന്നും നിൻ്റെ പാപാവസ്ഥ ഒന്നും കാര്യമില്ല. നീ ഭക്ഷണം കഴിച്ച് ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമല്ലേ. അപ്പോൾ നിനക്ക് ദൈവമേ ഞാനൊരു സമയം കിട്ടുമ്പോൾ റെക്ടിഫൈ ചെയ്തോളാം, നേരെ ചെറിയ ഞാൻ ജീവിച്ചോളാം, എന്നെ സഹായിക്കണം ഇപ്പം എന്ന് പറഞ്ഞാൽ എന്താ വചനം? ഞാൻ ഒരു കാരണവശാലും നിന്നെ അവഗണിക്കത്തില്ലെന്നാണ്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണ് മക്കളെ? ദൈവം നമ്മളെ അവഗണിക്കണില്ലാത്തതല്ല പ്രശ്നം. നമ്മൾ ദൈവത്തെ അവഗണിക്കുന്നത് കാരണം ദൈവം അവഗണിച്ചതുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്നു. ദാറ്റ്സ് എ പോയിന്റ്. യു ഗോട്ട് ദ പോയിന്റ്. പിടിക്കുക. നമ്മൾ ദൈവത്തെ അവഗണിക്കും. എങ്ങനെയാണ് കാര്യം? ദൈവത്തെ പ്രഖ്യാപിക്കേണ്ട സമയത്ത് പ്രഖ്യാപിക്കത്തില്ല. അതാണ് വിഷയം. ഇപ്പോൾ ഒരു ചേച്ചി ഞാൻ എപ്പോഴും പറയും, അവരവിടെ അമ്മ മരിച്ചിട്ട് അവർ ഗൾഫിൽ നിന്ന് മസ്കറ്റിൽ നിന്ന് വന്നതാണ് നെടുമ്പാശ്ശേരിയിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ആദ്യം ചെയ്തത് എന്താ പറയുക? 5:30 മണിയായി. ബാഗിൽ നിന്ന് പ്രത്യക്ഷയുടെ തിഥിയെടുത്ത് കത്തിച്ചിട്ട് പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലി. എന്നാൽ അമ്മ മരിച്ചിട്ട് വന്നിരിക്കുന്നതാണ്. അയ്യോ അമ്മ മരിച്ച ആളല്ല, ഈ പബ്ലിക്കായിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് ശരിയാണ്? അങ്ങനെയൊന്നുമല്ല. ഒരു കാരണവശാലും ഞാൻ നിന്നെ അവഗണിക്കത്തില്ലെന്ന് പറയുമ്പോൾ നമ്മൾക്കും അതൊരു ബൈൻഡിങ് ആയിട്ട് വരികയാണ്. ഓപ്പോസിറ്റ് ബൈൻഡിങ് വരും. ഒരു കാരണവശാലും ദൈവം നിന്നെ അവഗണിക്കത്തില്ലെങ്കിൽ നീ എന്ത് ചെയ്യണം? നീ ഒരു കാരണവശാലും ദൈവത്തെ അവഗണിക്കരുത്. ദാറ്റ്സ് എ പോയിന്റ്. അത് സീരിയസ് വിഷയമാണ് മക്കളെ. ഇതൊക്കെ പെട്ടെന്ന് ഈ ഉടമ്പടിയിലൊരു ടൈപ്പ് ഉണ്ടാകാൻ വേണ്ടിയാണ് ഞാൻ ഇത് കർത്താവ് ഇതൊക്കെ വെളിപ്പെടുത്തുന്നത്. ദൈവത്തിൻ്റെ നിലപാടിൽ ഒരു കാരണവശാലും അവിടെ നമ്മളെ അവഗണിക്കത്തില്ല. ഒരു കാരണവശാലും അവഗണിക്കത്തില്ലെങ്കിൽ നമ്മളും അതുപോലെ ആയിരിക്കണം. കാര്യം ഈ മ്യൂച്വൽ ബൈൻഡിങ്ങാണ് കർത്താവിൻ്റെ നിയമങ്ങളെല്ലാം. അത് മനസ്സിലായില്ലേ? മ്യൂച്വൽ ബൈൻഡിങ് പരസ്പരം ബാധ്യതയുള്ളതായിട്ടാണ് വചനത്തിൻ്റെ ഒരു സ്ട്രക്ചർ. അതാണ് പരസ്പരം ബാധ്യതകളെയാണ്. ഇപ്പോൾ ഇപ്പോൾ നിങ്ങൾ എന്നെ ഗുരുവെന്നും നാഥനെന്നും വിളിക്കുന്നു, ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു അല്ലേ? അത് ശരിയാണ്. ഞാൻ നിങ്ങളുടെ ഗുരുവും കർത്താവുമാണ്. നിങ്ങളുടെ ഗുരുവും കർത്താവുമായി ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴിയുമെങ്കിൽ നിങ്ങൾ ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. പരസ്പരം പാദങ്ങൾ. അത് മ്യൂച്വൽ ബൈൻഡിങ്ങാണ് കർത്താവിൻ്റെ നിയമങ്ങൾ. ഇപ്പം കർത്താവ് ഞാൻ ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യോഹന്നാൻ 13:14. യോഹന്നാൻ 13:14. നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. ഇതാണ് മ്യൂച്വൽ ബൈൻഡിങ് എന്ന് പറയുന്നത്. ഇപ്പം കർത്താവ് എന്താ പറയുന്നത്? ഞാൻ ഒരു കാരണവശാലും നിങ്ങളെ 13:5 അവഗണിക്കത്തില്ല. അത് കാരണം നിങ്ങളും ഒരു കാരണവശാലും എന്നെയും അവഗണിക്കരുത്. ഈ അടുത്ത പോയിന്റ് മുട്ടേ നിൽക്കുകയാണ്. കണ്ണടച്ച് കൈകൾ കൂപ്പി സഭാപനാശീർവാദം സ്വീകരിക്കാൻ. കർത്താവേ, ഞങ്ങളോട് നീ എന്തെല്ലാം ദൈവികമായ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി, എല്ലാത്തിനും നന്ദി പറയുന്നു.
അങ്ങയുടെ മക്കൾ കൊതിയോടെയും സ്നേഹത്തോടെയും അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്ന് അതെല്ലാം സ്തോത്രം ചെയ്യുന്നു. കർത്താവിൽ നിന്റെ തിരുമുറിവാർന്ന വലതുകരം അങ്ങയുടെ മക്കളുടെ ശിരസിൽ വെക്കണം. മക്കളെ, വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. ഇപ്പോൾ ആശീർവാദത്തിൻ്റെ സമയമാണ്. കർത്താവിൽ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവിൽ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. അടിപ്പഴ പോലെ വൈദാഘാതം പോലെ ദൈവികമായ ശക്തി അങ്ങയുടെ മക്കളുടെ മേൽ തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാരക രോഗങ്ങൾ, തീരാവ്യാധികൾ, ജീവദുരിതങ്ങൾ, വഴിമുട്ടി ഗതിമുട്ടി നിൽക്കുന്ന മക്കൾക്കെല്ലാം പുതിയ വാതിൽ തുറക്കട്ടെ. കർത്താവ്, നീയാകുന്ന വഴി, നീയാകുന്ന വാതിൽ, നിന്റെ വാതിൽ ഞങ്ങളുടെ മുമ്പിൽ യേശുവിന്റെ നാമം തുറക്കട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ആരാധന, മഹത്വം, മഹത്വം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേക്ക് ആരാധന. പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേക്ക് ആരാധന. ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ ആവേ മരിയ, ആവേ എൻ്റെ പേര് ജെസ്സി രാജേഷ്. ഞാൻ പൊന്നപ്പുറ സെൻറ്റ് ജോസഫ് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ സാക്ഷ്യം പറയുന്നത് എൻ്റെ മോന് വേണ്ടിയാണ്. അവൻ 9 മാസം പ്രായമുള്ളപ്പോൾ മുതൽ അവന് ചൂടുകൂടി ഫിക്സ് വന്നു. അങ്ങനെ ഹോസ്പിറ്റലിലായി ഐസിയുവിലായി. ഡോക്ടർ പറഞ്ഞു 5 വർഷം വരെ ആ കുഞ്ഞിനെ 5 വയസ്സ് വരെ ശ്രദ്ധിക്കണം. ഫ്രീസിയം എടുക്കാൻ പറഞ്ഞു. ഫ്രീസിയം എടുത്ത് കുഞ്ഞ് ഫ്രീസിയം കഴിക്കത്തില്ലായിരുന്നു. എങ്ങനെ നിർബന്ധിച്ച് നമ്മൾ കൊടുത്താലും ആഹാര സ്ഥഗിതം അവൻ ഛർദ്ദിച്ച് കളയുമായിരുന്നു. അങ്ങനെ ഒത്തിരി വിഷമിച്ച് നിൽക്കുന്ന സമയത്താണ് അച്ഛനെ വന്ന് ഞാൻ കണ്ടത്. അച്ഛൻ തലക്ക് തൊട്ട് പ്രാർത്ഥിച്ചു. ഉടമ്പടിയെടുത്ത് ഉടമ്പടി തൈല നെറ്റിക്ക് പുരട്ടി പ്രാർത്ഥിച്ചാൽ മതി, എല്ലാം മാറിക്കോളുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കഴിഞ്ഞ മെയ് 2018 28-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിച്ച് ഇന്ന് 1 വർഷം തികയാണ്. ഇതുവരെ അവന് ആ ഫിക്സ് ഒന്നും വന്നിട്ടില്ല. പനി വന്നു, പക്ഷെ അന്നും വരെ ഞാൻ ഗുളിക ഒന്നും കൊടുത്തിട്ടില്ല. ഇതുവരെ ഒരു കുഴപ്പമില്ല കുഞ്ഞിനെ. കൂടാതെ 15 വർഷമായ എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം പരിസ്ഥിതി അമ്മ വഴി മാറ്റിത്തന്നു. അമ്മയ്ക്കും തിരുക്കുമാരനും കൂടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് നയന. ഞാൻ കറുകച്ചാലിൽ നിന്ന് വരുന്നു.
അമ്മ തന്ന വലിയ അനുഗ്രഹത്തിന് നന്ദി പറയാനാണ് ഞാനും എൻ്റെ മോളും ഇവിടെ നിൽക്കുന്നത്. എൻ്റെ കുഞ്ഞിന് 1.25 വയസ്സായപ്പോൾ കുഞ്ഞിൻ്റെ ഒരു കണ്ണിൻ്റെ കൃഷ്ണമണി അനങ്ങുന്നില്ല. പിന്നെ അവൾ ഒരു വശത്തേക്ക് ഇങ്ങനെ വേച്ച് പോവുകയാണ്. ഞങ്ങൾ ഉടനെ ആശുപത്രി കൊണ്ടുപോയി ICH കോട്ടയത്ത് കാണിച്ചു. അവർ CT സ്കാൻ എടുത്തു. അപ്പോൾ കുഞ്ഞിൻ്റെ ബ്രെയിനിലോട്ടുള്ള ഒരു ഞരമ്പ് ബഡ്ജ് ചെയ്ത് നിൽക്കുന്നു. ആ ഞരമ്പിൽ നിന്നാണ് ഈ ബ്ലീഡിങ് ഉണ്ടാകുന്നത്. അവർ പെട്ടെന്ന് ബ്ലീഡിങ് നിൽക്കാനുള്ള മരുന്ന് കൊടുത്തു. MRI ചെയ്തു. ശ്രീജിത്തിലേക്ക് റെഫർ ചെയ്തു. ഞങ്ങൾ അവിടെ ചെന്നു. അവരും വീണ്ടും MRI ചെയ്തു, ആൻജിയോഗ്രാം ചെയ്തു. അവർ പറഞ്ഞു ബ്രെയിനിലോട്ടുള്ള ഒരു ഞരമ്പാണ്, അത് അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ തലച്ചോറിലോട്ടുള്ള ഞരമ്പിനാണ് ബെഡ്ജ് നിൽക്കുന്നത്. അവർ ഓപ്പറേഷൻ ചെയ്താൽ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കും, മരുന്ന് ചെയ്ത് എന്നാണ് ഈ ബ്ലീഡിങ് ഉണ്ടാവുന്നതെന്ന് അവർക്ക് പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അവർ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥിച്ചു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ MRI ചെയ്ത് നോക്കി കുഞ്ഞിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം, അല്ലാതെ മരുന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ 2 വർഷം കഴിഞ്ഞു. അത് കഴിഞ്ഞ് കൃപാസനത്തിൽ ഒരു പത്രം കിട്ടി, ഒരു ചേച്ചി കൊണ്ട് തന്നു. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഈ കൊച്ചിൻ്റെ നിയോഗം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അച്ഛൻ്റെ പ്രാർത്ഥനാ സഹായം ലഭിച്ചു. അതിനുശേഷം വീണ്ടും ഈ മാസം ഞാൻ MRI എടുത്ത് നോക്കിയപ്പോൾ കുഞ്ഞിൻ്റെ ആ തലച്ചോറിലോട്ടുള്ള ആ ഞരമ്പിൽ ഒരു ബഡ്ജിങ്ങും ഇല്ല. സാധാരണ ഒരു കുഞ്ഞിൻ്റെ തലച്ചോറിലെ MRI എടുത്ത് എങ്ങനെ ഇരിക്കും അതുപോലെ ഒരു കുഴപ്പവുമില്ലെന്ന് എനിക്ക് മാതാവ് എൻ്റെ കുഞ്ഞിനെ തിരിച്ചു തന്നു. എൻ്റെ കുഞ്ഞിന് വലിയ ആഗ്രഹം, എപ്പോഴും ചോദിക്കുകയും ഈ കൃപാസനത്തിലെ പത്രം കാണുമ്പോൾ ചോദിക്കുക, അമ്മ എന്നാണ് നമുക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റുന്നത്. അതിന് മാതാവ് എന്നെ സഹായിച്ചു. പിന്നെ എൻ്റെ ബ്രസ്റ്റിലൊരു മുഴയുണ്ടായിരുന്നു, കഷത്തിലൊരു മുഴയുണ്ടായിരുന്നു. ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു. അച്ഛൻ്റെ പ്രാർത്ഥന സഹായം ലഭിച്ചു. അത് ഞാൻ പോലും അറിയാതെ ആ മുഴകൾ അപ്രത്യക്ഷമായി പോയി. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈ മാതാവിന്, ഈശോയ്ക്ക് ഒരാഴിയിൽ നന്ദി. ഞാൻ ഹിന്ദുവാണ്, പക്ഷേ ഇനി എൻ്റെ ജീവിതാവസാനം വരെ എൻ്റെ അമ്മയുടെയും ഈശോയുടെയും മകളായി എൻ്റെ മരണം വരെ ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ കുഞ്ഞിന് അവളൊരു ക്രിസ്ത്യൻ സ്കൂളിലാണ് പഠിക്കുന്നത്. അവിടുത്തെ ടീച്ചർ നന്മ നിറഞ്ഞ് പഠിപ്പിച്ചു. സ്വർഗസ്ഥനായ പിതാവ് പഠിച്ചു. അവൾ പിന്നെ വചനങ്ങൾ പറയുന്നുണ്ട്. ഞാൻ പോലും പഠിപ്പിക്കാതെ അവൾ വചനങ്ങൾ പറയുന്നു. എൻ്റെ കൂടെ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലുന്നു, ദശീകരണ പ്രാർത്ഥന ചൊല്ലുന്നു, എല്ലാം അവൾ ചെയ്യുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്നു, അവൾ ഓടി വന്നു എൻ്റെ അടുത്തിരിക്കുന്നു, ഉടമ്പടി തൈലം തേക്കുന്നു. പിന്നെ എല്ലാ അമ്മയുടെ അനുഗ്രഹവും. അമ്മയ്ക്കും ഈശോയ്ക്ക് 1000 നന്ദി. I am from Kalyan, Bombay, from St. Thomas Cathedral, Kalyan West Parish. How I came here, I myself don't know. But I reached here very safely and nicely. But I'm happy that I finished my 1 year of Udambadi prayer. My name is Mercy Wilfred from Kalyan, Bombay. Continue. First of all, I want to tell that I had 6 Udambadi intentions. First of all, for my daughter, who is 28 years old, not married. Like this, 6 I have kept. But I didn't leave my Udambadi prayer without skipping. I started full 1 year finished. Suddenly, my husband, who was treating for 25 years for spine pain, and he is totally not well, and he was not able to walk. 25 years he was in treatment, and he was even from here to Bombay, all doctors said for undergo operation, but we didn't go. But I continued my Udambadi prayer here without fail, and due to that Udambadi oil, I applied oil. Within 1 day, he started walking without any problem, and all was surprised how he walked. I highly thank Kripasana Mother for giving us such a miracle to my husband. And this and next is selling of land. Nearly 4 to 5 years. 4 to 5 years I am planning for selling the land, but I am not getting a proper amount. But after taking this Udambadi and putting salt, Udambadi salt,
Now my land is prepared for selling and is agreed by one of our customer with good rate. I highly thank Krupasana Mother and grateful thanks for Mother. ഞാൻ കോഴിക്കോട് നിന്ന് വരുന്നു. ഞാനിവിടെ മാർച്ച് 9-ാം തീയതി 2ാം ശനിയാഴ്ചയായിരുന്നു ആദ്യമായിട്ട് വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടിയിൽ ഞാൻ വെച്ച നിയോഗത്തിൽ ആദ്യം രണ്ടാമത് പുതുക്കി കഴിഞ്ഞപ്പോൾ ഞാൻ പുതുക്കിയ നിയോഗത്തിൽ വെച്ചത് എൻ്റെ ഹസ്ബൻഡ് എല്ലാ ഞായറാഴ്ചയും പള്ളിയിലൊക്കെ പോകുമെങ്കിലും കുർബാനയൊന്നും സ്വീകരിക്കാതെ കാഴ്ചക്കാരനെ പോലെ നോക്കി നിൽക്കുകയായിരുന്നു പതിവ്. എനിക്കതൊരു വേദനയായിരുന്നു. ഞാനിവിടെ എഴുതിയിട്ടു. അത് കഴിഞ്ഞ് ക്രിസ്മസിന് കുമ്പസാരിക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യാനുള്ള കൃപ തന്നു. പിന്നെ എല്ലാ ദിവസവും 8 മണിയെന്നൊരു സമയത്ത് കുരിശു വരയ്ക്കാനും എല്ലാവരും കുടുംബ പ്രാർത്ഥനയിൽ പങ്കുചേരാനുള്ള കൃപ. കുടുംബ പ്രാർത്ഥന നേരത്തെ ഉള്ളതാണേലും ഇടയ്ക്കൊക്കെ മുടങ്ങാറുണ്ടായിരുന്നു. ഇപ്പോൾ സ്ഥിരമായ കുടുംബ പ്രാർത്ഥന മുടങ്ങാതെ എല്ലാവരും പങ്കുചേരാനുള്ള കൃപ കിട്ടി. പിന്നെ എനിക്ക് ബൈബിൾ വായിക്കാനും രാവിലെയൊക്കെ ആയിട്ട് ബൈബിൾ വായിച്ച് പ്രാർത്ഥിക്കാനൊക്കെയുള്ളൂ. വചനം കാണാതെ പഠിക്കാൻ, വചനം ഏത് സമയം നടക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ ചൊല്ലാനുള്ള കൃപ എനിക്ക് ദൈവം തന്നു. പിന്നെ ഉടമ്പടിയിൽ വെക്കാത്ത ഒരുപാട് കാര്യങ്ങളാണ് എനിക്ക് നടന്നത്. ഒന്ന്, ഒരു 10 സെൻറ്റ് സ്ഥലം അവിടെ ഉണ്ടായിരുന്നത് വിൽപ്പനയൊന്നും നടക്കാൻ സാധ്യതയില്ലാത്തൊരു സ്ഥലമായിട്ട് കൂടി ഞാൻ വെഞ്ചരിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി അവിടെ കൊണ്ടിട്ടു. പുതുക്കി കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഇങ്ങോട്ട് അന്വേഷിച്ചു വന്ന് വിൽപ്പന നടന്നു. പിന്നെ എൻ്റെ +2-ന് പഠിക്കുന്ന മകൻ ഒരു 8ാം ക്ലാസ് മുതൽ സ്ഥിരമായിട്ട് നഖം കടിക്കുക, വായിന്ന് വിരൽ നഖം ഏത് സമയം കടിച്ച് ഒരു ചെറിയൊരു മാർക്ക് പോലെ നഖം ഉണ്ടായിരുന്നുള്ളൂ. മരുന്ന് മേടിച്ചു, സാർമാരോട് ചെന്ന് പരാതി പറഞ്ഞു, വീട്ടിൽ അവനെ ഉപദേശിക്കാനും ഉപദ്രവിക്കാനും ഒക്കെ ചെയ്തു. ഒരു രക്ഷയില്ല. ഇപ്പോൾ ആ നഖം കടി മാറി. ഹോമിയോ മരുന്നൊക്കെ ഞാൻ മേടിച്ചു കൊടുത്തുകൊണ്ടിരുന്ന ആ നഖം കടി നിർത്താൻ വേണ്ടിയിട്ട്. അത് ഇപ്പം നഖം കടിക്കാറില്ല അവൻ. പിന്നെ അമ്മച്ചിയുടെ കാലിന് ഇങ്ങനെ നീര് ഒരു 2 മാസമായിട്ട് തുടർച്ചയായിട്ട് ഇങ്ങനെ നീര് വന്ന മരുന്നൊക്കെ എപ്പോഴും മേടിക്കേണ്ട ഒരവസ്ഥയായിരുന്നു. ഞാൻ ഈ ഉടമ്പടി തൈലം കുരിശ് വരച്ച് കാലയിൽ വിശ്വാസ പ്രമാണം ചൊല്ലി ഡെയിലി എല്ലാ ദിവസവും രാവിലെ എല്ലാവരുടെയും നെറ്റിയിൽ ഞാൻ 5:30-ക്ക് വിശ്വാസ പ്രമാണം ചൊല്ലിയത് നെറ്റിയെ കുരിശ് വരയ്ക്കാറുണ്ട്. അപ്പോൾ ഇത് കാലയിൽ ഇങ്ങനെ പുരട്ടി കുരിശ് വരച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലി. ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ ആ നീര് ക്രമേണ വലിഞ്ഞ് ഒട്ടും ഇല്ലാണ്ടായി. പിന്നെ മരുന്നേ വാങ്ങേണ്ട ഒരു ആവശ്യം, ആശുപത്രി പോകേണ്ട ഒരു ആവശ്യം പോലും അമ്മച്ചിക്ക് ഇപ്പോൾ വരാറില്ല. എന്ത് കാര്യത്തിനും ഈ ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ഒക്കെയാണ് ഞങ്ങൾ മരുന്നായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ അതോടൊപ്പം എൻ്റെ മകന് തള്ളവിരലിന് എക്സാമിൻ്റെയൊക്കെ ടൈമായപ്പോൾ ഈ പരീക്ഷ എഴുതുന്ന തള്ളവിരലിന് ഒരു എല്ലിന് നീരായിരുന്നു. പരീക്ഷ എഴുതാൻ ബുദ്ധിമുട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് ഞാൻ എല്ലാ ദിവസവും കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി. പിന്നെ അത് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ അവന് എപ്പോഴും വായ്പുണ്ണ്, കിണർ പോലെ കുഴിയുന്ന രീതിയിലായിരുന്നു വായ്പുണ്ണുണ്ടായിക്കൊണ്ടിരുന്നത്. അത് ഞാൻ അവന് കൊടുക്കുന്ന വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ഇത് കുരിശൊക്കെ വരച്ച് അവൻ ആദ്യമൊന്നും സമ്മതിക്കുകയില്ലായിരുന്നു. എന്നാലും പിന്നീട് അത് ഒരു വർഷമാകാനായി, 10 മാസമായില്ല ഞാനിവിടെ വരാൻ തുടങ്ങിയിട്ട്. 9 മാസത്തോളമായി. ഇപ്പം അതുണ്ടായിട്ടില്ല. വലിയ ചെറിയ മുറിവുണ്ടേ അവനത് വായ്പുണ്ണായിട്ട് വരുമായിരുന്നു. എൻ്റെ ഈശോ എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ ദൈവമാതാവ് വഴി സാധിച്ചു തന്നതിന് ഞാൻ 1000 നന്ദി പറയുന്നു. ഉടമ്പടിയിൽ വെച്ച ബാക്കി കാര്യങ്ങൾ എനിക്ക് കൃപയ്ക്കൽ മേൽ കൃപയായിട്ട് ദൈവം തരുമെന്ന് ഉറച്ചു